നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കേരളം വെന്തുരുകുന്നു. സൂര്യരശ്മികളിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളുടെ തോത് അപകടകരമായ നിലയിലെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടുയരുന്നു. യെല്ലോ അലർട്ട് ജാഗ്രത. ചൂടിന്റെ കാഠിന്യം ഇനിയും ഉയരുമെന്ന് റിപ്പോർട്ട്. തൃശൂർ നെടുമുഴയിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്ത. വാടക വീട് കേന്ദ്രീകരിച്ച രാസലഹരി തൂക്കി വിൽപ്പന നടത്തുന്ന സംഘം പിടിയിൽ. സഹോദരന്മാരും കൂട്ടാളികളുമാണ് വലയിലായത്. അരിമ്പൂർ സ്വദേശികളായ അലൻ, അരുൺ, പുതൂർക്കര സ്വദേശി അഞ്ജനയൻ എന്നിവരാണ് അറസ്റ്റിലായത്. 70 ഗ്രാം MDMA-യും 4 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. ലഹരി വാങ്ങാൻ ഇവിടെ വലിയ തിരക്കെന്ന് നാട്ടുകാർ. കൂടുതൽ പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതം. പരിശുദ്ധ റമദാനിലെ ആദ്യ വെള്ളിയിൽ സൃഷ്ടാവിന്റെ സവിശേഷ കാരുണ്യവർഷം തേടി പള്ളികളിലേക്ക് വിശ്വാസികളുടെ ഒഴുക്ക്. കാരുണ്യത്തിന്റെ 10 കഴിഞ്ഞ പാപമോചനത്തിന്റെ 10ലേക്ക് വിശ്വാസി സമൂഹം. സത്കർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രാർത്ഥനകളിൽ മുഴുകി ലോകം. സംസ്ഥാനത്ത് തദ്ദേശ വാർഡ് വിഭജനം നടന്നത് വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ ഏകപക്ഷീയ നടപടി സ്വീകരിക്കുമെന്ന സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചു. വിഭജനം ജനസംഖ്യ കൂടിയ സാഹചര്യത്തിലെന്ന സംസ്ഥാന സർക്കാർ എങ്ങനെ എണ്ണം കണക്കാക്കുമെന്ന് കോടതിയുടെ ചോദ്യം. 2011 സെൻസസ് പ്രകാരം ഒരു തവണ വിഭജനം നടത്തിയെന്ന് ഹർജിക്കാർ. കേസ് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും. മനുഷ്യക്കടത്തിനിരയായി റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട യുക്രൈൻ ഡ്രോണാക്രമണത്തിൽ പരുക്ക. തെക്കങ്കര കുത്തുപാറ സ്വദേശി ജെയിൻ കുര്യന്റെ വീട്ടിൽ സന്ദർശനം നടത്തി തൃശൂർ DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ. ജെയിനുമായി വീഡിയോ കോളിലൂടെ സംസാരിച്ചു. നാട്ടിലെത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും വാഗ്ദാനം. കേന്ദ്ര സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തി നിറലഹരിയിൽ പ്രതിഷ്ഠാ ദിനാഘോഷം. ഐശ്വര്യ നിറവായി പൊങ്കാല സമർപ്പണം. ചടങ്ങുകളിൽ കണ്ണികളായി നിരവധി വിശ്വാസികൾ. പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്ന തന്ത്രി മേൽമുണ്ടയൂർമന അനൂപ് കൃഷ്ണൻ നമ്പൂതിരി. ഭഗവതിയുടെ പിറന്നാൾ സദ്യയിൽ പങ്കെടുക്കുന്നതിനും വൻ തിരക്ക്. മാർച്ച് 8 ലോക വനിതാ ദിനം. ക്യാമറ കണ്ണുകളെ പ്രണയിച്ച സുപ്രസിദ്ധയായി മുണ്ടത്തിക്കോട് സ്വദേശിനി പട്ടിയാത്ത് ഗീത. 55-കാരിയുടെ ഫോട്ടോഗ്രാഫി ജീവിതത്തിന് 3 പതിറ്റാണ്ടിന്റെ നിറവ്. മുൻ മുഖ്യമന്ത്രിയും ജനകീയ നേതാവുമായിരുന്ന EK നായനാരിൽ നിന്ന് ഫോട്ടോഗ്രാഫി അവാർഡ് വാങ്ങാനായത് വലിയ അഭിമാനമെന്ന വീണയൻ ന്യൂസിനോട്. അക്കാദമിക് രംഗത്ത് അഭിമാന നിറവായി വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി വരവൂർ സ്വദേശിനി AP ഗോപിയയ്ക്ക് ഈ വർഷത്തെ ഇൻസ്പയർ പുരസ്കാരം. വാർത്താവിശേഷം വീണയൻ ന്യൂസ് വനിതാ സ്പെഷ്യലിൽ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം, ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം ബുക്കിംഗുകൾ ഇനി ഓൺലൈനിലൂടെ. ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണസമിതിയുടെ തീരുമാനം. ഓഡിറ്റോറിയങ്ങൾ ലഭിക്കാൻ ഇനി മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടതില്ലെന്നത് ആശ്വാസം. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് 5000 രൂപയും GST-യും, ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിന് 3500 രൂപയും GST-യും വാടക. കൊരട്ടിയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച അപകട ദുരന്തം. ഒരു കുട്ടിയടക്കം 2 മരണം. കോതമംഗലം സ്വദേശികളായ ജെയ്മോൻ, മകൾ ആൻജോയ് എന്നിവരാണ് ദുരന്തത്തിനിരയായത്. 3 പേർക്ക് ഗുരുതര പരിക്ക്. ദേശീയപാതയോരത്തെ മരത്തിലിടിച്ചാണ് കാർ തകർന്നത്. മറ്റൊരു വാഹനം കാറിലിടിച്ചതായി സംശയം. കാറളം കിഴുത്താണി പോട്ടകുളത്തിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മതിലകം കൂളിമുട്ടം ത്രിവേണി ബീച്ചിൽ യുവാവിന്റെ മൃതദേഹം കരക്കടിഞ്ഞ നിലയിൽ. തൃശൂർ നഗരഹൃദയത്തിൽ 3 ഇരുചക്ര വാഹനങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ കത്തിനശിച്ചു. ഷൊർണൂർ റോഡിലെ HDFC ബാങ്കിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളാണ് കത്തിയമർന്നത്. അന്വേഷണം ആരംഭിച്ചു പോലീസ്.